ഹലോ ഫ്രണ്ട്സ്, ഒരു വർഷമായിട്ടുള്ള കാത്തിരിപ്പിന് വിരാമമിടുകയാണ് ഇന്ന് കേട്ടോ. ഞങ്ങളൊരു 3-4 തേനീച്ചപ്പെട്ടിക്കകത്ത് ചെറുതേൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ കുറച്ച് തേനീച്ചകൾ കണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു പെട്ടിക്കകത്തോട്ട് എന്തൊക്കെയോ കൊമ്പോ കുഴലൊക്കെ വെച്ച് ഒരു ദിവസം പെട്ടിക്കകത്തോട്ട് ആക്കാനാണെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും തേനീച്ചകളെല്ലാം തറയ്ക്കകത്തുനിന്ന് പയ്യെ പെട്ടിക്കകത്തോട്ട് കയറി. അങ്ങനെ കുറേ മാസങ്ങൾ കാത്തിരുന്ന് പെട്ടി തുറന്നപ്പോൾ കുറച്ച് തേൻ കിട്ടി. അതിനുശേഷം ഞങ്ങൾ വേറെ 3-4 പെട്ടികൾ വാങ്ങിച്ച് അതിലേക്ക് ഈച്ചകളെ പകർത്തി. അങ്ങനെ കഴിഞ്ഞ വർഷം കുറച്ച് തേൻ കിട്ടിയായിരുന്നു. അപ്പം ഈ വർഷത്തെ തേൻ ഇന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ കുപ്പിക്കകത്തോട്ട് ഈച്ചകളെ, നമ്മുടെ മായാവീനെ കുപ്പിക്കകത്താക്കുന്ന പോലെ ഈച്ചകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 പെട്ടിയും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒത്തിരി അധ്വാനമൊന്നുമില്ല. നമ്മൾ ഒരു ദിവസത്തെ അധ്വാനം ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി ഒരു വർഷം മുഴുവനും നമ്മുടെ തേനീച്ച അധ്വാനിച്ചോളും. പിന്നെ നമ്മൾ ലാസ്റ്റ് അതങ്ങ് തുറന്ന് തേനെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു നേരം പോക്കാണ്. പിന്നെ ഒരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിലെ കുറച്ച് തേനൊക്കെ ഇങ്ങനെ എടുക്കുമ്പം. മാത്രമല്ല ഇത് ചെറുതേനായതുകൊണ്ട് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണല്ലോ. ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു. ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങളോട് ഒരാൾ ചെറുതേൻ വേണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഒരു കുപ്പിക്ക് 3000 രൂപയാണെന്നാണ് അന്ന് പറഞ്ഞത്. ഏതായാലും അത്രയും രൂപയൊന്നും കൊടുത്ത് ഞങ്ങൾ ഏതായാലും വാങ്ങിക്കില്ല. അപ്പോൾ ഇത് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായപ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഇതിന് വില എത്രയാണെന്നും അറിയില്ല കേട്ടോ. നമ്മൾ വാങ്ങിക്കാത്തത് കൊണ്ട് നമ്മളങ്ങനെ അന്വേഷിക്കാറില്ല. അപ്പം ചെറുതേൻ്റെ വില അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ആവശ്യത്തിനൊരു 3/4 കുപ്പി മിച്ചത്തോളം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് 2 ദിവസം വെയിൽ പൊളിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ടല്ലേ. ഞാനപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നേരിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.